ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. ഇതിന് ഞാൻ റെയിൻബോ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയും. 7 കളറിലുള്ള വെജിറ്റബിൾസ് ചേർത്ത് തയ്യാറാക്കിയ ബ്രേക്ക്ഫാസ്റ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾ യൂസ് ചെയ്തും ഇതുപോലെ തയ്യാറാക്കാം. വെജിറ്റബിൾ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വേകുന്ന ക്യാപ്സിക്കം, ക്യാബേജ്, ക്യാരറ്റ് എന്നിവയെ യൂസ് ചെയ്യാൻ നോക്കുക. ഞാനിതിൽ പാലക്ക്, ക്യാരറ്റ്, സവാള, ക്യാബേജ്, ഗ്രീൻ ചില്ലി, റാഡിഷ്, ക്യാപ്സിക്കം എന്നിവയാണ് യൂസ് ചെയ്തത്. 2 മുട്ടയും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പെപ്പർ ഞാൻ ചേർക്കുന്നില്ല, പച്ചമുളക് നന്നായിട്ട് ചേർക്കുന്നുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി വെജിറ്റബിൾസ് ചേർക്കാം. ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഫൈബറും ഒക്കെ ധാരാളമായിട്ട് കിട്ടും. അപ്പോൾ കഴിയും പോലെ പല കളറിലുള്ള ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും ഒന്നിച്ച് കഴിക്കാൻ നോക്കുക. ഇനി ഈ വെജിറ്റബിളും മുട്ടയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, വൈകുന്നേരം ചായയോടൊപ്പവും കഴിക്കാൻ നല്ലതാണ്. ഇനി ഇതിൻ്റെ കൂടെ ഏത് തരം മാവ് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ മുസ്ലിയാണ് ചേർക്കുന്നത്. ആട്ടമാവ്, റവ, ബേസൻ, ഓട്സ്, അവൽ ഇതിലേതെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാകും. അതിൽ നിന്ന് കുറച്ച് എടുത്ത് ഇതിൽ കൂടെ മിക്സ് ചെയ്തെടുക്കാം. ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ദോശക്കല്ലിൽ ഒരല്പം എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ദോശ പോലെ ചുട്ടെടുക്കാം. ഇനി ദോശയായിട്ടുണ്ടാക്കാൻ താല്പര്യമില്ലെങ്കിൽ ഉപ്പുമാവ് പോലെ ചീനിച്ചട്ടിയിലിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. മുട്ടയൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സായിട്ട് തന്നെ കിട്ടും. ഇനി ഇതുപോലെ സ്പൂൺ വെച്ച് തന്നെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഇത് നല്ല കട്ടിയുള്ള ദോശക്കല്ലായതുകൊണ്ട് 2-3 മിനിറ്റ് കൊണ്ട് ഇത് ഒരു സൈഡ് വേകും. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ കരിഞ്ഞു പോകും. ഇത് ഇളക്കിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഇതിങ്ങനെ പാത്രത്തിൽ കമഴ്ത്തിയിട്ടാൽ മതി. നല്ല എളുപ്പമാണ്. 5 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ സാധിക്കും. ഇത് അയൺ തവയായതുകൊണ്ട് വീണ്ടും ഞാനൊരല്പം എണ്ണ കൂടി തൂവിയിട്ടുണ്ട്. ഇതിൻ്റെ മോൾ ഭാഗം കൂടി വേവിച്ചെടുക്കാം. ഹീറ്റ് നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ഇപ്പോൾ നോക്കിക്കുക, നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികളായാലും വലിയവരായാലും നമ്മുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഒക്കെ കൂട്ടാൻ ഇത് വളരെയധികം സഹായിക്കും. ഇതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാനും നല്ല ഇഷ്ടമായിരിക്കും. പിസ്സ പോലെ ഓരോ പീസ് എടുത്ത് കയ്യിൽ കൊടുത്താൽ മതി. ഇതിന് പ്രത്യേകിച്ച് സോസിൻ്റെ ഒന്നും ആവശ്യമില്ല. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ചീസ് ഇതിൻ്റെ പുറത്ത് സ്പ്രെഡ് ചെയ്തിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ ചീസ് സ്പ്രെഡ് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ കുറച്ച് കട്ട തൈരെടുത്ത് അതിൽ കുറച്ച് ഉപ്പ് പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെയോടൊപ്പം കഴിക്കാൻ. ഇല്ലെങ്കിൽ യോഗട്ട് സ്പ്രെഡ് ഉണ്ടാക്കാം. അതുണ്ടാക്കാൻ എളുപ്പമാണ്. കുറച്ച് കട്ട തൈരെടുത്ത് ഒരു തുണിയിൽ കെട്ടി വെച്ചാൽ അതിൽ നിന്ന് വെള്ളം മുഴുവൻ വാർന്നു പോകും. അതിൽ കുറച്ച് ഇറ്റാലിയൻ സീസണിങ്ങും ഉപ്പും ചേർത്താൽ അത് യോഗട്ട് സ്പ്രെഡായി. അല്ലെങ്കിൽ ഇതുപോലെ ടൊമാറ്റോ സോസോ ചില്ലി സോസോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതും വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈ ഡിഷ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.